വെണ്ടയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാമേ. രണ്ട് വെണ്ടയ്ക്ക ഇത് വെള്ളത്തിൽ 2-3 വെള്ളത്തിൽ കഴുകി ഉണക്കി എടുത്തേക്കുവാന്നേ. ഇതിന് നമുക്ക് വെണ്ടയ്ക്ക ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. വെണ്ടയ്ക്കയെല്ലാം രണ്ടറ്റവും മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ വെണ്ടയ്ക്കായും എടുത്തിട്ട് ഇങ്ങനൊന്ന് ഉളന്നിട്ട് ഇതിൻ്റെ അകത്ത് അഴുക്കുണ്ടോ എന്ന് നോക്കണം. എല്ലാം ഇതുപോലെ നമുക്ക് എടുക്കാമേ. ഇത് 1 ടേബിൾ സ്പൂൺ കടലമാവാണേ. നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണേ. കടലമാവ് മൂത്തിട്ട് ഒരു മണം വരുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇത് ടൈം എടുത്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വറുത്ത പാത്രം തന്നെ നമ്മൾ എടുത്ത് അതിനകത്തോട്ട് 2 പത്തൽമുളക്, ഇച്ചിരി പെരിഞ്ജീരകം, മല്ലി, ഇച്ചിരി അയമോദകം, വെളുത്ത എള്ള, ഒരു ചെറിയ 2 കഷ്ണം പട്ട. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മല്ലി ഇടാം, പെരിഞ്ജീരകവും കൂടി ഇടാം. ഇതിനുണ്ട് നമുക്ക് പിന്നെ ഇടാം. 3 ഗ്രാമ്പൂ കൂടി ഇടാമേ. ഇതിലൂടെ ഇടാമേ. അയമോദകവും എള്ളും കൂടെ എല്ലാം ഒന്ന് ചൂടാം. ഇതിപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്ക് പൊടിക്കാനാണേ. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് ഒരു മണം വന്നു. മണം കളർ മാറാനൊന്നും നോക്കി നിൽക്കണ്ട. മണം വരും. അപ്പോൾ അങ്ങ് എടുക്കാം. ഇത് നമുക്കിനി ഇത് പാത്രത്തിലോട്ട് എടുക്കാം. ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്ക് പൊടിക്കാമേ. നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് ഇച്ചിരി ഏറെ എണ്ണ വേണം. അതിൻ്റെ കടുകെണ്ണയാണ് ഒഴിച്ചത്. ഇത് നമുക്ക് വെണ്ടയ്ക്ക അതിനകത്തോട്ടിടാം. മഞ്ഞൾപ്പൊടി ഇടാമേ. വറുത്ത് വെച്ച കടലമാവ് 2 ടീസ്പൂൺ. ഇതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് പൊടികളിടാമേ. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മല്ലി മുമ്പേ പൊടിച്ചതാണ്, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. മല്ലിയും മുളകും ഒക്കെ നമ്മൾ മുമ്പേ ഇട്ടതായിരുന്നേ, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചിട്ടത്. ഇനി നമ്മളെ പൊടിച്ച മസാലയും ഇതിനകത്തിടും. നമ്മൾ മുമ്പേ പൊടിച്ചില്ലായിരുന്നോ മുഴുവൻ മല്ലിയും മുളകും ഗ്രാമ്പൂ ഏലക്കായ് അങ്ങനെയുള്ള അതാണ്. അതിങ്ങോട്ടിട്ട് കൊടുക്കാം.
നമുക്കിതൊന്ന് അടച്ചു വെക്കാമേ. എല്ലാ മസാലയും ഒന്ന് പിടിക്കാനായിട്ട്. പിന്നെ ഇതിനകത്തൊരു സ്റ്റീം വരും. അന്നേരം ആ മസാലയെല്ലാം ഒന്ന് നനഞ്ഞ് നല്ലൊരു രുചിയായിട്ട് വരും. ഏറ്റവും കുറച്ച് തീയിടണേ. നമ്മുടെ കറി ഇപ്പോൾ ആകാറായി. നമുക്ക് നോക്കാം. നമുക്കൊക്കെ പുളിക്ക് വേണ്ടി മാങ്ങാപ്പൊടി ഇടാമേ. കായപ്പൊടി ഇടാമേ, ഒരു നുള്ള.